ഹലോ, അപ്പൊ ഇന്നൊരു ബിരിയാണി കഥയാണ്. ഈ കഴിഞ്ഞ 28 ഓണത്തിന് വീട്ടിലെ അമ്മ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി. ഞാനൊരു ഓച്ചിറക്കാരിയാന്ന് പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾക്ക് ഇവിടെ ഓണത്തിനെക്കാട്ടി ഇമ്പോർട്ടന്റ് 28 ഓണമാണ്. അപ്പൊ 28 ഓണത്തിന് ഓച്ചിറയിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അമ്മ രാവിലെ തന്നെ ബിരിയാണിക്കുള്ള പരിപാടികളെല്ലാം സെറ്റാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അമ്മ നേരത്തെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി വെക്കണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും സാലഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് തൈര് ഒഴിക്കണമെന്ന് നിർബന്ധമില്ല. തൈര് ഒഴിക്കാതെ വെറുതെ പച്ചക്കറി മാത്രം അരിഞ്ഞിട്ടാലും ഞങ്ങൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു സാലഡ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്തും വെച്ചു. ചിക്കൻ 65 ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് എല്ലാം റെഡിയാക്കിയതെങ്കിലും പിന്നെ അത് നോർമൽ ചിക്കൻ ഫ്രൈയിലേക്ക് മാറ്റി. ഈ എന്തെങ്കിലും വിശേഷമുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ ചിക്കനും ബീഫും ഒക്കെ വാങ്ങിക്കാൻ ചെന്നാൽ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അതുകൊണ്ട് ചിക്കനൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസമേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ പൊതുവെ പുറത്തുനിന്ന് അങ്ങനെ ചിക്കൻ ബിരിയാണി അധികം കഴിക്കാറില്ല. ഞാൻ അത്രയ്ക്ക് ചിക്കൻ ഫാൻ അല്ല. പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദം ചെയ്യാനിട്ടതിന്റെ ബാക്കിയായിട്ട് കുറച്ച് മസാല അമ്മ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, രാത്രി അഥവാ വേണമെങ്കിൽ പ്രത്യേകം കഴിക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഈ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ കൂടെ ഒരു ചിക്കൻ ഫ്രൈയുടെ ആവശ്യമില്ല. പക്ഷെ ഇതുപോലെ എന്തെങ്കിലും വിശേഷമുള്ള ദിവസമാണെങ്കിൽ ഇച്ചിരി ആർഭാടമൊക്കെ ആവാം അല്ലേ. 28 ഓണത്തിന്റെ അന്ന് റോഡൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. കാളയൊക്കെ അമ്പലത്തിൽ കയറുന്നവരെ നമുക്ക് കറണ്ടും കാണത്തില്ല, റോഡിൽ ഫുള്ള് ബ്ലോക്കും ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഗസ്റ്റിനെയൊക്കെ വീട്ടിലോട്ട് വിളിക്കുന്ന അന്നത്തെ ദിവസം ആയിരിക്കത്തില്ല, അതിന്റെ തലേന്നൊക്കെ ആയിരിക്കും. അന്നത്തെ ദിവസം വന്നു കഴിഞ്ഞാൽ എങ്ങാനും ഇങ്ങ് എത്തിക്കഴിഞ്ഞാ പിന്നെ പോകുന്നത് ഭയങ്കര പാടായിരിക്കും ഇവിടുന്ന്. കഴിഞ്ഞ കൊല്ലത്ത് 28 ഓണത്തിന് ഞാനും തുമ്പിയും മോളും കൂടെ നമ്മുടെ കാളയ്ക്ക് വേണ്ടി തല കൊണ്ടുവരുമ്പോ താലപ്പൊലിയൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ കൊല്ലം മോളും ഇല്ല, അവള് പുറത്തു പോയിരിക്കുവാണ്. ദേവും ഇല്ലായിരുന്നു, അവളുടെ ഫൈനൽ ഇയർ ആയതുകൊണ്ട് അവള് ടൂർ പോയിരിക്കുവായിരുന്നു. അപ്പൊ നമ്മൾ ബിരിയാണിന്ന് കഥ പറഞ്ഞു വേറെ എവിടെയോ പോയി. അപ്പൊ ഉച്ചയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് നല്ല ചിക്കൻ ബിരിയാണി, സാലഡും പപ്പടവും നാരങ്ങാച്ചാറും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇനി അടുത്തൊരു ദിവസം മന്തി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരിക്കുവാണ്. അപ്പൊ മന്തിയുടെ വീഡിയോ വേണ്ടവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.